സോ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് എല്ലാവർക്കും എങ്ങനെ എത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ആരും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരുടെ ചിന്താഗതിയും വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെപ്പറ്റി മോശമായ രീതിയിൽ പറയുമോ, ഇവളെന്തോ വലിയൊരു സംഭവമാണെന്ന് പറയുമോ, അങ്ങനെ എന്തൊക്കെയുള്ള ചിന്തകളാണ് ആൾക്കാരുടെ മനസ്സിലുള്ളത്. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത്. സോ നിങ്ങൾ ഇനി ആ ചിന്താഗതിയും കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയത്തില്ല. സോ നിങ്ങൾ ആ ചിന്താഗതി വിട്ടിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ സ്വയം തന്നെ ഉണരുക. ഇനി ഉറങ്ങാണ്ട് ഉണരുക. ഉണർന്നിട്ട് നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് ഈസി വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനിയും അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കരുത്. സോ ദയവേത് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ, ഇനി ഒട്ടും ലേറ്റാക്കണ്ട, ഇന്ന് തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങണം. സോ അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് വരത്തുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ തന്നെ ശ്രമിച്ച് ഇപ്പോൾ നമുക്ക് പല തെറ്റുകളും പറ്റും. ഇപ്പോൾ ഒരാൾ തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അത് നടക്കത്തില്ല. നടക്കുമ്പോൾ വീഴാറൊക്കെ ഉണ്ട്. പല തവണ വീണ് എണീറ്റൊക്കെയാണ് ഒന്ന് സ്റ്റഡി ആയിട്ട് നടക്കാൻ പറ്റുന്നത്. അങ്ങനെയാണല്ലോ എല്ലാ കുഞ്ഞുങ്ങളും. സോ അതുപോലെയാണ് നമ്മളും. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എങ്കിൽ നമ്മളത് പഠിക്കുക തന്നെ വേണം. അപ്പം നമുക്ക് അറിയത്തില്ല, നമുക്ക് മിസ്റ്റേക്കാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ജന്മത്തെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എന്ന് വെച്ചാൽ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ തുടങ്ങണം. നമ്മൾ തന്നെ അത് മുൻകൈ എടുത്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെ മടി വിചാരിച്ച് ഇനിയിപ്പോൾ അവരെന്തോ വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്തോ വിചാരിക്കും, വേണ്ട, ശരിയാവത്തില്ല, ഞാൻ ഒരിക്കലും പഠിക്കത്തില്ല, ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. സോ നമ്മൾ തന്നെ മുൻകൈ എടുക്കുക. എനിക്ക് പഠിക്കണം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും എന്നുള്ള മുൻഗണന എടുത്തിട്ട് നമ്മൾ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് ഉറപ്പായിട്ട് നമ്മൾ തുടങ്ങും. നമ്മൾ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ഇതാവണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിന് നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഓരോ നാട്ടിൽ ഓരോ സംസ്ഥാനത്തും ഓരോ ലാംഗ്വേജ് ആണല്ലോ, ഓരോ സ്റ്റേറ്റിലും ഓരോ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ ലാംഗ്വേജും കൺവീനിയൻ്റ് ആയി ഇരിക്കത്തില്ല. സോ നമുക്ക് കോമൺ ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഇപ്പോൾ നമുക്ക് ഏത് ലോകത്ത് പോയാലും സംസാരിക്കാൻ പറ്റുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. സോ നമ്മൾ അത് നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. സോ ഇനിയെങ്കിലും ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ ആ മടിയൊക്കെ സൈഡിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും വൈകിക്കരുത്. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷും നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ കരിയർ മാത്രമല്ല നിങ്ങളുടെ എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഇന്ന് തൊട്ട് ഇനി ഒട്ടും ലേറ്റാക്കാതെ ഇന്ന് തൊട്ട് തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ തുടങ്ങണം. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തന്നെ ഒരു മോട്ടിവേറ്റായി തന്നെ എടുക്കണം. എന്നിട്ട് എല്ലാവരും ഇന്ന് തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ബൈ. സോ ഞാൻ ഈ പറഞ്ഞ മോട്ടിവേഷണൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ഒട്ടും ലേറ്റാക്കണ്ട. സോ അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ഇന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.